ഈ കാലിന്റെ മുകളിലൊക്കെ എങ്ങനെ ഇങ്ങനെ ചളിയായത്? ഏഹ് ആകെ ചളിയാണല്ലോ. ഇവിടെ കാലവിടെ വെച്ച വരച്ച നിലത്ത്. നടന്നേ നടന്നേ നടന്നേ, പതുക്കെ 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 പതുക്കെ. ഞാൻ പിടിച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ കേറിക്കോ, കേറിക്കോ അമ്മേ. പതുക്കെ നടന്നേ. ഇവിടെ ഇരിക്കാം കേട്ടോ. പേടിക്കണ്ട. ഞാനല്ലേ പിടിച്ചുള്ളത്, പിന്നെ എങ്ങനെ വീഴുവോ? അങ്ങനെ. നീ ചാരി ഇരിക്കുക, എന്നിട്ട് കുറച്ച് കഞ്ഞി കുടിക്കുക. ചാരി ഇരിക്കാൻ പറ്റണില്ലേ? കുറച്ചും കൂടി അങ്ങോട്ട് കേറിയിരിക്കുക. എന്നാ നീ കുറച്ച് കഞ്ഞി കുടിച്ചാലോ? അമ്മ കുട്ടിയെ. അല്ല, കുറച്ചും കൂടി കഴിക്കണം. പോരാ. ലേശം ഒരു സ്പൂൺ കൂടി, ഒറ്റ സ്പൂൺ മതിയാ? എന്നാ നീ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. നീ കെടുക്ക അവിടെ. പതുക്കെ. കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി. ഞാൻ അവിടെ കിടന്നോളട്ടാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടാ. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? എന്ത് പറ്റി മുഖത്തിന് ഒരു വാട്ടം? എന്താടോ? ഗുളിക വാങ്ങിയ നമ്മടെ? അതെന്തേ? അപ്പൊ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഫോണ് പിന്നെ എന്തിനുള്ളതാ? ഞാൻ അയച്ചു തരില്ലേ? ഇതുവരെ കുടിക്കാനുള്ള മരുന്ന് ഏട്ടൻ തന്നെയല്ലേ വാങ്ങിച്ച്. അതാണ് കാര്യല്ലേ. ഒരു ഗുളികയാണ് ഈ വാങ്ങണത്, അതിനാണ് ഈ കണക്ക് പറച്ചില്. പൈസ ഇല്ലെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഫോണിൽ ഞാനവിടെ അയച്ചു തരില്ലേ? ഗൂഗിൾ പേ. ഒരു മനുഷ്യത്വം കാണിച്ചൂടെ? അമ്മയല്ലേ, വേറെ ആരും അല്ലല്ലോ. ഇനി വേറെ ആരെങ്കിലും ആവട്ടെ, എന്നാലും ഒരു മരുന്ന് വാങ്ങുന്നതിനാണ് നിങ്ങൾ ഈ കണക്ക് പറയണത്. പിന്നെ ഇപ്പൊ അവളെന്താ പറഞ്ഞ്? ഇതുവരെ ഏട്ടൻ തന്നെയല്ലേ വാങ്ങിയിരുന്നത്? ഏട്ടൻ ശമ്പളം കേറിയില്ല ഏട്ടാ. എന്നാ പിന്നെ അങ്ങനെ പറയണം, അത് എന്നോട് ഫോണിൽ വിളിച്ച് പറയണം. പൈസ ഇല്ല, റീചാർജ് ചെയ്തിട്ടില്ല. കഷ്ടം. എന്തിനു ന്യായീകരണം? ഞാൻ നാളെ വീട്ടിൽ പോട്ടാ, 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. ജനത്തിന്റെ എൻഗേജ്മെന്റാ. ഇനിയിപ്പൊ ഞാൻ പോയിട്ട് ഇനിയിപ്പൊ കണക്കുണ പറയാൻ നിക്കണ്ട, ഞാൻ നാളെ രാവിലെ പോകും. നിങ്ങോട്ട് വരണ്ട. എന്താണ് എന്റെ പ്രശ്നം? ഇവിടെ പ്രശ്നങ്ങളില്ലാത്തത് നമുക്ക് മാത്രല്ലേ, ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നല്ലേ. അമ്മയെ നോക്കാൻ നേരമില്ല, അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ നേരമില്ല, അമ്മയുടെ കാര്യങ്ങൾ നടത്താൻ നേരമില്ല. ദേ ഇപ്പൊ അവള് പറഞ്ഞു പോയത് കേട്ടില്ലേ, അവൾ ഇനി 2 ആഴ്ചത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ. പിന്നെ കണ വടിയെന്ന് പറയരുത് എന്ന്. ഞാൻ മാത്രം അല്ലെങ്കിൽ നമ്മൾ മാത്രം ഒരു പ്രശ്നവുമില്ല. നമ്മൾ എന്തിനാ അത് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇതിന്റെ ആവശ്യം എന്താ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. ഞാനങ്ങനെ നോക്കാനൊന്നും വരാറില്ല, വല്ലപ്പോഴും എന്തെങ്കിലും മരുന്നെങ്കിലും എടുത്തു കൊടുക്കുള്ളൂ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? പിന്നെ എന്റെ അമ്മേനെ ആരാ നോക്കുക, കഷ്ടപ്പെടുത്തുക? നിങ്ങളൊക്കെ വേറെ വീട്ടിൽ നിന്ന് വന്ന സ്ത്രീകളല്ലേ, നിങ്ങളേനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ചിലപ്പോ അമ്മയുടെ അപ്പി കോരാനോ
അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകി കൊടുക്കാനോ കാല് കഴുകി കൊടുക്കാനോ ഭക്ഷണം കൊടുത്താൽ ആ എച്ചില് ചുണ്ടുമെന്ന് മാറ്റി അത് കഴുകി കൊടുക്കാനൊക്കെ നിങ്ങൾക്കൊക്കെ അറപ്പുണ്ടായിരിക്കും. അത് അവൾക്കും ഉണ്ടാവുമല്ലോ, അവൾക്ക് കൂടുതൽ ഉണ്ടായിരിക്കും. എന്റെ ഭാര്യയുടെ കാര്യമല്ലേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ ഭാര്യയായിട്ടുള്ള നിന്നെ കൊണ്ട് പോലും അത് ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. എനിക്കറിയാത് എത്രയായാലും വേറെ വീട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളാണ്. അവർക്ക് എന്തായാലും ഇതിന് ചിലപ്പോ ഒരു ഒരു മടിയൊക്കെ കാണും. അപ്പൊ ഞാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ഒരു ഷോ ആയിട്ടാ എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താണാവോ വേണ്ടത്? ഒരു ഹോം നേഴ്സിനെ വെച്ചൂടെ? ആ അല്ലെങ്കിൽ ഇതേ നിങ്ങളെ പോലെ തന്നെയല്ലേ നിങ്ങളുടെ അനിയൻ? അവൻ എന്താ പറഞ്ഞേ? അവന് ശമ്പളം കിട്ടിയിട്ടില്ല, അവന്റെ കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്ന അവളാ. നേരത്തെ അതൊക്കെ കണ്ടില്ലേ അതാ പൂച്ചക്കുട്ടി പോണ പോലെ അവരുടെ കാര്യം, ഓ അവരുടെ കാര്യം അതെ. തീരുമാനിക്കുക, അവള് തീരുമാനിക്കുക, ആരെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ എന്റെ അമ്മയുടെ കാര്യം തീരുമാനിക്കണം ഞാനാണ്. ഞാൻ നോക്കുന്ന അത്ര വൃത്തിയായിട്ടും വെടിപ്പായിട്ടും വേറെ ആരും എന്റെ അമ്മേനെ നോക്കില്ല. അതിപ്പോ ഈ പറഞ്ഞല്ലേ ഹോം നേഴ്സിനെ കൊണ്ടുവരവ്. പൈസ ഉണ്ടെങ്കിൽ ഹോം നേഴ്സിനെ വെക്കാം, ഒരു കുഴപ്പമില്ല, സാലറി കൊടുത്താൽ മതി മാസം. പക്ഷെ എന്തിന്? നമുക്കിവിടെ നമ്മൾ സ്നേഹത്തോട് നോക്കണ പോലെ നോക്കുവോ? അവര് പൈസ വാങ്ങി നോക്കുന്നതും സ്നേഹത്തോടു കൂടി നോക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാം തികഞ്ഞൊരു ഹോം നേഴ്സിനെ ഒന്നും നമുക്ക് കിട്ടില്ലല്ലോ. എന്തിനത്? എൻ്റെ അമ്മേനെ നോക്കാൻ എനിക്കറിയാം. എൻ്റെ അമ്മ എന്നെ കുട്ടിക്കാലത്ത് കുളിപ്പിച്ചതും ഇതുപോലെ അപ്പി കോരിയതും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ ഞാൻ ഇന്ന് ഇത്ര വലിയ ആളായിട്ടുള്ളത്. അപ്പൊ ഞാൻ അത് മറക്കില്ല. എൻ്റെ അമ്മയോട് എനിക്ക് കടപ്പാടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യും. ഒരു വൃദ്ധസദനത്തിലും കൊണ്ടുപോകണ്ട, ഒരു ഹോം നേഴ്സും നോക്കണ്ട, ഒന്നും വേണ്ട. ഒരു ഒരു മുഷിഞ്ഞ സ്മെല്ല് പോലും നമ്മളെ റൂമിൽ ഇല്ലല്ലോ. ആ ഏട്ടന് ഇക്കാലത്തെ ഒരാളായിട്ട് ജീവിക്കണം കേട്ടോ. ഞാൻ ഇത് ഇക്കാലത്ത് പിന്നെ ആൾ പറഞ്ഞു തന്നെയാണ്. പറഞ്ഞു. ഇക്കാലത്ത് ആളാവുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ ഞാൻ പഴഞ്ചനായിട്ട് തോന്നുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഞാൻ അപ്ഡേറ്റഡ് അല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാ. എന്റെ കടപ്പാടുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ പഴഞ്ചനാണെന്ന്. മനസ്സിലായ? ഇതൊക്കെ ഇതേ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ വയസ്സാവും. അവരൊക്കെ അമ്മമാരാവും, അച്ഛന്മാരാവും, മുത്തശ്ശന്മാരാവും, കിടപ്പ് രോഗികളും ആവും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് അപ്പോഴാണ് തോന്നുന്നത് അനിയന് തോന്നാത്തത്? അനിയൻ അമ്മയുടെ ചെല്ലക്കുട്ടിയായിരുന്നു. അമ്മ എന്നേക്കാൾ കൂടുതൽ അവനെയാണ് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ അവൻ അവനില്ല. പറഞ്ഞു പോയത് കേട്ടില്ലേ? അത് ഓരോ ആളുകളുടെ മനസ്സാണ്. ഓരോരുത്തരുടെ മനസ്സ് ഓരോ തരത്തിലാണ്. എൻ്റെ മനസ്സ് ഇങ്ങനെയാണ്. എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ അമ്മേനെ നോക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അമ്മ എന്നെ അങ്ങനെ സ്നേഹിച്ച് പൊന്നു പോലെ വളർത്തിയതാ. കയ്യിൽ ഇങ്ങനെ ചെറിയ കുട്ടിയാവുമ്പോൾ കൊണ്ട് നടക്കുമ്പോൾ ഒന്നും വീഴാതെ, വീണൊന്ന് നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അതുപോലും സംഭവിക്കാതെ ഓരോ അമ്മമാരും മക്കളേനെ വളർത്തുന്നുണ്ട്. ഏഹ് ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒന്ന് തരിപ്പിൽ പോയാൽ ശ്വാസം മുട്ട് വരിക അമ്മയ്ക്കാ, അല്ലേ? അതെല്ലാവർക്കും അങ്ങനെയാണ്. നിനക്കെന്താണ് ഇതൊന്നും മനസ്സിലാവാത്തത്? നീ ഒരു അമ്മയാണല്ലോ, എന്താ മനസ്സിലാക്കാത്തത്? സ്വന്തം കുട്ടികളെ വളർത്തുമ്പോൾ അവര് തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ അവർ ആ സ്നേഹം നമ്മുടെ വയസ്സുകാലത്ത് തിരിച്ചു തരുമ്പോഴാണ് അവരുടെ ആ അനുഗ്രഹം നമുക്ക് കിട്ടുക. അപ്പൊ എൻ്റെ അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മകൻ, ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും മകൻ വളർന്നു വലുതായ എന്നെ നോക്കും എന്നുള്ളത്. ആ പ്രതീക്ഷ ഞാൻ കെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ഞാൻ പറയുമ്പോഴാണ് ഞാൻ പഴഞ്ചനാവണത്. ഏഹ് മനസ്സിലായില്ലേ? ഇപ്പൊ അവൻ എന്തായാലും ഭാര്യ പറയുന്നു, ഭാര്യ പറയുന്നത് കേൾക്കുന്നു, ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷെ നീ എന്താണ് ഇങ്ങനെ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും ഈ കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടും നിനക്ക് എന്താണ് തലയിൽ കയറാത്തത്, മനസ്സിലാവാത്തത്? പറയ്. നമുക്ക് മാത്രായിട്ട് അമ്മ ഇത്ര കാലായത്. അമ്മയുടെ ആദ്യത്തെ മകനാണ് ഞാൻ. അപ്പൊ അമ്മയ്ക്ക് ഞാൻ മാത്രമായിരുന്നു മകൻ. ഇപ്പോ നമ്മുടെ മാത്രാണ് അമ്മ എന്ന് ഞാൻ അങ്ങോട്ട് കരുതിയാൽ മതിയല്ലോ. എന്റെ മാത്രാണ് അമ്മ എന്ന് ഞാൻ കരുതിയാ പോലെ. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? ഒരമ്മയുടെ മനസ്സുണ്ടാവുക എന്നുള്ളത് പ്രസവിച്ചാൽ മാത്രം അമ്മയാവില്ല. ഒരമ്മയുടെ മനസ്സും കൂടി ഉണ്ടാവണം. ശരീരത്തു നിന്ന് മാത്രം പ്രസവിച്ചാൽ പോരാ, മനസ്സും കൂടി പ്രസവിക്കണം. അപ്പോഴാണ് ശരിക്കും അമ്മയുള്ളൂ. മനസ്സിൽ അമ്മ ഉണ്ടാവണം. പറഞ്ഞ മനസ്സിലായില്ലേ അല്ലേ? എനിക്ക് അവരുടെ ഈ അവഗണന കാണുമ്പോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആരുടെ അവഗണന? നിങ്ങളുടെ അനിയൻ. അനിയൻ അവഗണിച്ചോട്ടെ. അതാ ഞാൻ പറഞ്ഞത്, അത് അവരുടെ പേഴ്സണലാണ്, അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവരെങ്ങനെ പെരുമാറണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, വീട്ടിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. അത് അവർ ചെയ്തോട്ടെ. നീ അങ്ങനെയാവണ്ട. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. എല്ലാവരുടെ മനസ്സും ഒരേപോലെ അല്ല. ഒരമ്മയ്ക്ക് ജനിച്ച മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾക്ക് രണ്ടാൾക്കും വ്യത്യസ്തമായിട്ടുള്ള മനസ്സാണ്. 4 മക്കളുണ്ടെങ്കിൽ 4 വ്യത്യസ്തമായ മനസ്സുണ്ടായിരിക്കും. വളരെ അപൂർവമായിരിക്കും എല്ലാവരും ഒരേ മനസ്സുപോലെ നിൽക്കുന്നതും ഒരേപോലെ അമ്മേനെ സ്നേഹിക്കുന്നതും അച്ഛനെ സ്നേഹിക്കുന്നതും ഒക്കെ. ഇവിടെ ഇപ്പൊ അച്ഛനില്ലല്ലോ, അമ്മയല്ലേ. അമ്മേനെ നോക്കുന്നതിൽ എന്താണ് തെറ്റ്? ഏ
ഇത് സോറി. എപ്പോഴും മനസ്സിലാക്കണം. പറയണത് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും മനസ്സിലാക്കണം. നീ നിന്റെ മക്കളെ വളർത്തുമ്പോഴും നീ ചിന്തിക്കണം. നീ ഒന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. പ്രതീക്ഷിക്കാതെ സ്നേഹം വാരി കോരി കൊടുത്തിട്ട് അവരെ വളർത്തുമ്പോഴാണ് ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അവരുടെ സ്നേഹം അളവിൽ കൂടുതലായിട്ട് നിനക്ക് ലഭിക്കുക. അതിനേക്കാളും വലിയ ആനന്ദം എന്താ ഉള്ളത്? ഇപ്പൊ എൻ്റെ അമ്മ അത് അനുഭവിക്കുന്നുണ്ടാവും ഞാൻ ഈ സ്നേഹിക്കുന്നത് കാണുമ്പോൾ. എന്നാ ശരി, വെറുതെ ആവശ്യമില്ലാതെ മുഖം വീർപ്പിച്ചിരുന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ മൈൻഡും കൂടി നെഗറ്റീവായി പോകും. ജീവിതം ആകെ വളരെ കുറച്ചൊരു സമയം മാത്രമേ ഉള്ളൂ. ഒരു ശ്വാസം എടുക്കുന്നതിൻ്റെ അത് പുറത്തേക്ക് വിടുന്നതിൻ്റെ ഒരു നിമിഷത്തിൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. എന്തിനാ വെറുതെ നമ്മൾ മറ്റുള്ളവരുടെ വിദ്വേഷം കരുതുന്നു? അമ്മയെ സ്നേഹിക്കാതിരിക്കുന്നു, സഹജീവികളെ സ്നേഹിക്കാതിരിക്കുന്നു. ഇനി അനിയൻ കുറച്ച് അങ്ങനെയാണ്, അല്ലെങ്കിൽ അനിയത്തി കുറച്ച് ദേഷ്യക്കാരിയാണെന്ന് കരുതിയിട്ട് അവരെ സ്നേഹിക്കാതിരിക്കണം എന്തിനാ? അവരങ്ങനെയാണ് എന്ന് കരുതിയിട്ട് നമ്മൾ സ്നേഹിക്കുക. അത്രയേ ഉള്ളൂ. വിട്ടുപോ. ചായ വേണം? ഇതിന് ഇത് പറഞ്ഞേനാ അല്ല. എന്നാ എടുത്തോണ്ട.